അവസരം കിട്ടുമ്പോഴെല്ലാം അനിഷ്ട സംഭവങ്ങൾ മറക്കണമെന്ന് ഞാൻ ദുര്യോധനോട് പറഞ്ഞു. മറവി മനസ്സിൻ്റെ ഒരു സുലഭസിദ്ധി തന്നെയാണ്. പക്ഷേ ഈ സിദ്ധി എല്ലാവർക്കും സഹസാധ്യമല്ല തന്നെ. ഞാൻ അദ്ദേഹത്തോട് പഴയകാല സംഭവങ്ങൾ മറക്കുവാൻ പറയുകയായിരുന്നു. പക്ഷേ എനിക്ക് തന്നെ അവ മറക്കാൻ കഴിയുന്നില്ല. സ്വന്തം മുറിവുകൾ മറന്നുകൊണ്ട് അന്യൻ്റെ മുറിവുകൾ ശുശ്രൂഷിക്കുന്ന പരിക്കുകാരൻ്റെ പ്രവൃത്തി പോലെ തന്നെയായിരുന്നു എൻ്റേത്. ഒരു സാരഥിയുടെ പുത്രവതിയാകുവാൻ ഞാൻ ഒരിക്കലും സമ്മതിക്കില്ല. അഹങ്കാരപൂർണമായ വിഷ്പലളിതമായ ഈ വാഗ്ബാണം നിരന്തരം എൻ്റെ മനസ്സിൽ അസഹ്യമായ തീയാളി കത്തിച്ചിരുന്നു. 7 പുത്രന്മാരുടെ അച്ഛനും 2 സുന്ദരികളായ സ്ത്രീകളുടെ ഭർത്താവുമായിരുന്നിട്ട് പോലും ദ്രൗപദിയുടെ സ്മരണ എൻ്റെ ഹൃദയത്തെ മതിച്ചുകൊണ്ടേയിരുന്നു. ഓർമ്മകളെ വാസന ചിപ്പെന്നും മയിൽപീലിയെന്നും വിശേഷിപ്പിക്കുന്നവർക്കറിയാമോ, ഒരു സ്ത്രീ കാരണം അപമാനനായി തീരുന്ന പുരുഷ യോദ്ധാവിൻ്റെ ഓർമ്മ മരുഭൂമിയിലെ താപമായിരിക്കുമെന്ന്. ഈ ഭൂമിയിൽ നിന്നും പ്രതികാരത്തിൻ്റെ ജ്വാല മാത്രമാണ് എന്നും ജ്വലിച്ചുയർന്നു വരുന്നത്. ഈ ജ്വാലയിൽ സംയമനവും ഉദാരസ്മരതയും ക്ഷമാശീലവും ഭസ്മീകരിക്കപ്പെടുന്നു. 25 വർഷങ്ങൾ കടന്നുപോയി. മനസ്സിനേറ്റ ക്ഷതം മാറ്റുന്ന ദിവ്യാശ്വതമാണ് കാലമെന്ന് പറയാറുണ്ട്. പക്ഷേ എനിക്ക് അങ്ങനെ ഒരു അനുഭവം ഉണ്ടായിട്ടില്ല. ഈ 15 വർഷത്തിൽ ഒരേ ചിന്ത മാത്രം എൻ്റെ മനസ്സിനെ അലട്ടി. അത് ഞാനൊരു ക്ഷത്രിയനായിരുന്നുവെങ്കിൽ എന്ന ചിന്ത മാത്രമായിരുന്നു. വാസ്തവത്തിൽ ഞാൻ ക്ഷത്രിയകുലത്തിൽ ജനിച്ചിരുന്നുവെങ്കിൽ എൻ്റെ ജീവിതം എന്താകുമായിരുന്നു? ദുര്യോധന രാജാവിനെ പോലെ, ശകുനി അമ്മാവനെ പോലെ, അല്ലെങ്കിൽ ശിശുപാലനെ പോലെ? ഇവരെല്ലാം ക്ഷത്രിയരായിരുന്നില്ലേ? അവരെ പോലുള്ള ജീവിതവും എനിക്ക് കിട്ടിയിരുന്നെങ്കിൽ എനിക്കിഷ്ടപ്പെടുമായിരുന്നു. ഇത്തരം നിരവധി ചോദ്യങ്ങൾ എൻ്റെ ചുറ്റുമുണ്ടായിരുന്നു. പക്ഷേ അവയ്ക്കൊന്നിനു പോലും തൃപ്തികരവും യുക്തിപൂർവവുമായ ഉത്തരം എനിക്ക് ലഭിച്ചില്ല. ഞാനും ദുര്യോധനനും ഞങ്ങളുടെ ജീവിതം ദിനം പ്രതി തകർന്നുകൊണ്ടിരുന്നു. ആരെ സഹായിക്കുമെന്നതായിരുന്നു എൻ്റെ പ്രശ്നം. എന്തു തന്നെയായാലും ദുര്യോധനെ സഹായിക്കുകയായിരുന്നു എൻ്റെ കടമ. അദ്ദേഹത്തെ സന്തോഷിപ്പിക്കുവാൻ വേട്ടയും ജലയാത്രയും തേരോട്ടവും ചൂതുകളിയുമെല്ലാം അനിവാര്യമായിരുന്നു. എനിക്ക് ചൂതുകളിയോട് വെറുപ്പായിരുന്നു. പക്ഷേ ശകുനി അമ്മാവൻ ഇതിൽ ബഹുസമർത്ഥനായിരുന്നു. അവർ അമ്മാവനും മരുമകനും മണിക്കൂറുകളോളം ഇരുന്ന് ചൂത് കളിക്കും. ചിന്താകുഴപ്പമുണ്ടാക്കുന്നതും വിരസവുമായ ഈ കളി എനിക്ക് മനസ്സിലാവുകയോ അതിൽ എൻ്റെ മനസ്സ് കേന്ദ്രീകരിക്കുകയോ ചെയ്തില്ല. ദുര്യോധനൻ്റെ താല്പര്യപ്രകാരം അയാളുടെ അടുത്തിരുന്ന് ഈ കളി ഞാൻ എൻ്റെ നീരസത്തോടെ നോക്കിയിട്ടുണ്ട്. ആ ചൂതുപലകയിൽ നോക്കിയിരിക്കെ എൻ്റെ ജീവിതം തന്നെ ഈ ചൂതുപലക പോലെ തന്നെയാണെന്ന് തോന്നിയിട്ടുണ്ട്. കേവലം 4 പട്ടീസുകൾ, അതിൽ വഞ്ചനയുടെയും അപമാനത്തിൻ്റെയും അവഹേളനത്തിൻ്റെയും അനവധി ചതുഷ്കോണങ്ങൾ. ഒരിക്കൽ കളിച്ചുകൊണ്ടിരിക്കെ ദുര്യോധനൻ്റെ കരുക്കളെല്ലാം വെട്ടിപ്പോയതായി ഞാൻ കണ്ടു. അദ്ദേഹത്തിന് അനുകൂലമായി ഒരു കളി പോലും കിട്ടിയില്ല. എല്ലാം അമ്മാവന് അനുകൂലമായിരുന്നു. ക്രുദ്ധനായ ദുര്യോധനൻ ചതുരംഗ പലകയെടുത്ത് എറിഞ്ഞു കളഞ്ഞു. അയാളെ നോക്കി ചിരിച്ചുകൊണ്ട് അമ്മാവൻ പറഞ്ഞു, വട്ട, പലകയെടുത്തെറിയാതെ, താല്പര്യമുണ്ടെങ്കിൽ ഇതേ പലക കൊണ്ട് നിനക്ക് പാണ്ഡവരെ മുടിപ്പിക്കാം. അതെങ്ങനെ സാധിക്കും? പർവ്വതം പോലുള്ള ഭീമനെ ഈ 2 മുഴം തുണിയും 4 കരുക്കളും കൊണ്ട് എങ്ങനെ മുടിപ്പിക്കും? തീക്ഷ്ണങ്ങളായ കണ്ണുകൾ ചുഴറ്റി ഇടതൂർന്ന കറുത്ത താടി രോമങ്ങളിൽ ഇടത് കൈവിരകൾ ഓടിച്ചുകൊണ്ട് അമ്മാവൻ പറഞ്ഞു, പർവ്വതകാരനായ ആനയെ ഒരു ചെറിയ തോട്ടി എങ്ങനെ നേർവഴിക്ക് നടത്തുന്നു, അതുപോലെ ഈ 5 കരുക്കൾ പഞ്ചപാണ്ഡവരെയും ശരിയായ വഴിയിൽ നടത്തും. അമ്മാവ, ഞാൻ ഇതുവരെ നിങ്ങളെ ബുദ്ധിമാനായി കരുതി വന്നു. പക്ഷേ എനിക്ക് നിങ്ങളുടെ ബുദ്ധിയിൽ സംശയം തോന്നുന്നു. അയാളുടെ സങ്കല്പനങ്ങളുടെ അർത്ഥമറിയാതെ കൊണ്ട് ദുര്യോധനൻ പറഞ്ഞു, ഭ്രാന്തന്മാർക്ക് ചുറ്റുമുള്ളതെല്ലാം ഭ്രാന്തുള്ളതായി തോന്നും. നിന്റെ സ്ഥിതിയും അതുതന്നെയാണ്. നീ മൂഢനായിരിക്കുകയാണ്. ദ്രൗപദിയാൽ അപമാനിതനായി അനവധി രാത്രികളിൽ നിന്ന് ഉറക്കം നഷ്ടപ്പെട്ടു. അതാണിങ്ങനെ പറയുന്നത്. അയാളുടെ ഓരോ വാക്കും ഹൃദയഭേദകമായിരുന്നു. അമ്മാവ, ഞാൻ ഔചല്യമില്ലാതെ ഒന്നും പറഞ്ഞില്ലല്ലോ. 4 പട്ടീസുകളുള്ള ഈ ചൂതുപലകയിൽ അഭേദ്യ പർവ്വതം പോലെയുള്ള പാണ്ഡവരെ ചുറ്റാമെന്ന അസംഭവ സ്വപ്നം കാണുകയല്ലേ നിങ്ങൾ? അതെങ്ങനെ സാധിക്കും? 4 പട്ടീസുകളുള്ള ഈ പലകയിൽ പഞ്ചപാണ്ഡവർ മാത്രമല്ല, അവരുടെ പ്രിയപത്നി പാഞ്ചാലിയും രാജമാതാവായ കുന്തിയെയും തന്നെ ഞാൻ ചുറ്റിക്കാണിച്ചു തരാം. സാഹസിക സ്വപ്നങ്ങൾ കാണുകയും അവ സാഫല്യത്തിലെത്തുകയും ചെയ്യിക്കുന്നവനാണ് യഥാർത്ഥ പോരാളി. പക്ഷേ ഇതെല്ലാം എങ്ങനെ സാധിക്കും? സ്വപ്നവും സത്യവും തമ്മിൽ ആകാശപാതാങ്ങൾ തമ്മിലുള്ള അന്തരമുണ്ട്. പിന്നെ എല്ലാ വീരാളികളുടെയും എല്ലാ സ്വപ്നങ്ങളുടെയും സാക്ഷാത്കരിക്കപ്പെടുന്നതെന്നില്ലല്ലോ. നീ രാജാവാണെന്നത് ശരി തന്നെ. പക്ഷേ വ്യക്തിയെ പരീക്ഷിക്കുവാനുള്ള രാജാവിന് വേണ്ട കഴിവ് നിനക്കില്ല.
അല്ലെങ്കിൽ ദുശീലം അതിബുദ്ധിശാലിയെ പോലും അധംപനത്തിൻ്റെ ആഴങ്ങളിലേക്ക് വീഴ്ത്തുമെന്ന് നീ തീർച്ചയായും അംഗീകരിക്കേണ്ടതാണ്. ദുശീലം? ആർക്കാണ് ദുശീലം? എന്തിൻ്റെ ദുശീലം? യുധിഷ്ഠിര രാജകുമാരന് ചൂതുകളിയുടെ. അതിന് നമുക്കെന്താ? ഒരിക്കൽ മാത്രം യുധിഷ്ഠിരനെ ഈ ശകുനി അമ്മാവൻ്റെ കൂടെ ചൂത് കളിക്കാൻ വിടും. നീ ഇന്ന് സന്തപ്തനാണ്. നിന്റെ മനസ്സ് നിയന്ത്രണം വിട്ടിരിക്കുന്നു. അതുകൊണ്ട് നീ ചതുരംഗ പലകയെടുത്തെറിഞ്ഞു. അതിലും കൂടുതലായി യുധിഷ്ഠിരൻ്റെ മനോനിയന്ത്രണം വിടുന്നത് ഞാൻ കാണിച്ചു തരാം. അമ്മാവൻ വിഡ്ഢിയെപ്പോലെ സംസാരിക്കുന്നു. ഈ ഹസ്തിനാപുരിയിൽ വീണ്ടും വരുവാൻ അയാൾ അത്ര മണ്ടനൊന്നുമല്ല. അയാൾ സ്വയമേ ഒരിക്കലും വരില്ല. അയാളെ കൊണ്ടുവരുന്നതിലാണ് നിന്റെ സാമർഥ്യം. മാളത്തിരിക്കുന്ന സർപ്പം എളുപ്പം പുറത്തു വരില്ല. അതിന് മാളത്തിൽ പുകയിടുക തന്നെ വേണം. അയാളെ ഇവിടെ കൊണ്ടുവരുവാൻ നിങ്ങൾ എന്ത് പുകയൂതും? യജ്ഞത്തിനൊഴികെ മറ്റൊന്നിനും അയാൾ ഇവിടെ വരില്ലാതിരിക്കും. എന്നാൽ ധാർമ്മികമായ കാര്യങ്ങൾക്കായി വരാതിരിക്കുകയില്ല. അദ്ദേഹത്തിൻ്റെ മാറ്റപ്പേര് തന്നെ ധർമ്മമെന്നാണ്. നീ അത് മറന്നുപോയോ? യജ്ഞം? നെറ്റ് ചൊളിച്ചുകൊണ്ട് ദുര്യോധനൻ ചോദിച്ചു. അതെ, യജ്ഞം. രാജസൂയ യജ്ഞത്തേക്കാൾ മഹത്തരകമായ ഒരു യജ്ഞം. അമാത്യൻ വൃഷവർമാവിനെ വിളിച്ച് ഇന്ന് തന്നെ എല്ലാവർക്കും ക്ഷണമയക്കൂ. കരുക്കൾ കയ്യിലിട്ട് തിരിച്ചുകൊണ്ട് അമ്മാവൻ പറഞ്ഞു. അദ്ദേഹത്തിൻ്റെ കയ്യിലെ കരുക്കൾ ശവത്തിൻ്റെ ജീവസേറ്റ കൃഷ്ണമണിയേക്കാൾ ഭയാനകമായി തോന്നി. അദ്ദേഹത്തിൻ്റെ ചിന്തകളിലൊന്നും പുരുഷാർത്ഥമുണ്ടായിരുന്നില്ല. ആ സംഭാഷണം ഞാൻ ശ്രദ്ധാപൂർവം കേട്ടു. എന്നാൽ അദ്ദേഹത്തിൻ്റെ ചിന്തയിലെ ഭരണതന്ത്രം എന്ന വാക്കിനുള്ളിൽ കാപട്യത്തിൻ്റെ ദുർഗന്ധം വരുന്നതെറിഞ്ഞ് അതിവിരോധത്തോടെ ഞാൻ പറഞ്ഞു. അമ്മാവ, അങ്ങ് ബലവാനാണെന്നറിയുന്ന സമാങ്കരണത്തിൽ ശത്രുവിനെ നേരെ വാളെടുത്ത് തുരത്തുന്ന അതേ കൈയിൽ ഈ കരുക്കൾ പിടിച്ച് അങ്ങ് പാണ്ഡവരുടെ കഴുത്തിൽ വിധിയുടെ പാശം എറിയുവാൻ ആഗ്രഹിക്കുന്നു. കാരണം ഭരണതന്ത്രം നിന്റെ വിഷയമല്ല തന്നെ. ഭരണതന്ത്രം കേവലം കൈക്കരുത്തിലോ സൗശീല്യത്തിലോ ശോഭിക്കുന്നതല്ല, അത് ബുദ്ധിവ്യാപകത്തിൽ ശോഭിക്കുന്നു. ഘോരവരത്തെ നശിപ്പിക്കുവാൻ നിന്നെപ്പോലുള്ള പാവം വീരന്മാർ മഴുവും കയ്യിലെടുത്ത് ഭ്രാന്തന്മാരെ പോലെ ജീവിതകാലം മുഴുവൻ വെട്ടി നശിപ്പിച്ചുകൊണ്ടേയിരിക്കും. പക്ഷേ എന്നെ പോലുള്ളവർ ഒരു തീപ്പരി കൊണ്ട് തന്നെ എല്ലാം നശിപ്പിക്കും. പോ, 8 ദിക്കുകളുടെ പേരിൽ 8 പണയം വെക്കുക. ഇത് പറഞ്ഞൊരു കയ്യിൽ കശകി പലകയേർത്തെറിഞ്ഞു. കൃത്യം 8 പണയം വീണപ്പോൾ പെട്ടെന്ന് ആസനത്തിൽ നിന്ന് ചാടി അദ്ദേഹം പറഞ്ഞു, നോക്കൂ, 8 എന്നാൽ 8 തന്നെ. നിരവധി കർക്കശ ശബ്ദങ്ങളാൽ എൻ്റെ തല മരവിച്ചു. അമ്മാവൻ വിക്രമമായ ക്ഷത്രിയനോ അതോ വിദഗ്ധനായ ചൂതാട്ടക്കാരനോ എന്നെനിക്ക് മനസ്സിലായില്ല. ഞാൻ അദ്ദേഹത്തിൻ്റെ ഇരിപ്പിടത്തിനടുത്ത് നിന്നും എഴുന്നേറ്റ് പുറത്തു വന്നു. എൻ്റെ ജീവിതത്തിൽ ഞാൻ പലതരക്കാരെ കണ്ടിട്ടുണ്ട്. പക്ഷെ അമ്മാവൻ അവരിലൊന്നും പെടുമായിരുന്നില്ല. ചിന്തിച്ച് നടഞ്ഞ് ഞാൻ വൃഷാലിയുടെ കൊട്ടാരത്തിലെത്തി. അകത്തേക്ക് കടക്കുമ്പോഴേക്കും വൃഷസേനനും സുഷേണനും എൻ്റെ കാലിൽ ചുറ്റിപ്പിടിച്ചു. കൊച്ചു വൃഷകേതൻ ഇഴഞ്ഞിഴഞ്ഞ് അത്ത എന്ന് കൊഞ്ചു വിളിച്ചുകൊണ്ട് അടുത്തെത്തി. ഇവരെ കണ്ടപ്പോഴേക്കും അമ്മാവൻ്റെ ഭരണതന്ത്രമെല്ലാം എങ്ങോ മാഞ്ഞുപോയി. അംഗരാജൻ, കൃഷ്ണചതുർത്ഥി ദിനമാണ് യജ്ഞത്തിന് തിരഞ്ഞെടുത്തിരിക്കുന്നത്. എൻ്റെ വീട്ടിൽ ഒരിക്കലും വന്നിട്ടില്ലാത്ത അമാത്യൻ നേരിട്ട് വന്ന് എനിക്ക് യജ്ഞത്തിൻ്റെ അറിയിപ്പ് തരികയായിരുന്നു. എനിക്കതിൽ അത്ഭുതം തോന്നി. കൃഷ്ണചതുർത്ഥി എന്ന് വെച്ചാൽ ദുര്യോധനൻ അമാവാസി ശിരസിൽ വെച്ചതാണോ യജ്ഞം നടത്തുക? അതെ, അമ്മാവൻ നിശ്ചയിച്ച ദിവസമാണ്. ഒരു കാരണവശാലും ഇതിൽ മാറ്റമുണ്ടാവില്ല. അമ്മാവനും? അപ്പോൾ ആരാകും യജ്ഞാചാര്യൻ? അമ്മാവൻ തന്നെ. യജ്ഞ ദിവസം ചെയ്യേണ്ട കാര്യങ്ങളെല്ലാം വളരെ ഭക്തിപൂർവ്വമായിരിക്കണം. അതുകൊണ്ട് മഹാരാജാവ് അഭ്യർത്ഥിച്ചിരിക്കുകയാണ്, താങ്കൾ ബ്രാഹ്മ മുഹൂർത്തത്തിൽ തന്നെ ഗംഗയിൽ പോയി അർഘപൂർണമായ സൂര്യാരാധന നടത്തണമെന്ന്. ഇത് പറയുവാനാണ് ഞാൻ നേരിട്ട് വന്നത്. അയാൾ പോകാൻ എഴുന്നേറ്റപ്പോഴേക്കും അയാളെ തിരിഞ്ഞൊരു ഭൃത്യൻ പട്ടുവസ്ത്രം കൊണ്ട് മൂടിയ ഒരു സ്വർണ്ണത്തളികയുമായി അകത്തു വന്നു. അഭിവാദ്യം ചെയ്തുകൊണ്ട് അയാൾ തളിക അയാളുടെ മുന്നിലെ കണ്ണത്തടിയിൽ വെച്ചു. ഇതെന്താ? അമാത്യൻ പുരികമുയർത്തി അയാളോട് ചോദിച്ചു. ഇന്ദ്രപ്രസ്ഥത്തിൽ നിന്നും ഒരു ദൂതൻ കൊണ്ടുവന്നതാണ്. അയാൾ പുറത്ത് സൽക്കാര ഗൃഹങ്ങളിൽ നിൽക്കുന്നു. തളികയുടെ അടുത്തുപോയി അമാത്യൻ അത് മൂടിയ പട്ടുവസ്ത്രവും മാറ്റി. തളികയിൽ ഒരു സ്വർണ്ണ കിരീടവും സ്വർണം പൂശിയ ഗദയുമായിരുന്നു. രണ്ടും ദുര്യോധനൻ്റേതായിരുന്നു. അത് കണ്ടപ്പോൾ എൻ്റെ ഓർമ്മയുടെ പറ്റുകിളികൾ മറിഞ്ഞു. അതിൽ നിന്നും കറുത്ത ഉറുമ്പുകൾ ഇഴഞ്ഞു തുടങ്ങി. സരസിൽ മുങ്ങിപ്പൊങ്ങുന്ന ദുര്യോധനൻ, പരാഗണങ്ങളുടെ വഞ്ചനാപരമായ ആകർഷണം, അന്തൻ്റെ പുത്രന് മന്ദൻ തന്നെ തുടങ്ങിയ സംഭവങ്ങളുടെ ഭാഗിക ചിത്രങ്ങൾ എൻ്റെ കൺമുമ്പിൽ ഒരു നിമിഷം കൊണ്ട് മിന്നിമറഞ്ഞു. അമാത്യ, ദുര്യോധൻ്റെ വസ്ത്രശേഖരത്തിലെ ഏറ്റവും വലിയ ഉത്തരീയവും ഉടുവസ്ത്രവും തിരഞ്ഞെടുത്ത് ഇതേ തളികയിൽ ഇന്ദ്രപ്രസ്ഥത്തിലേക്ക് കൊടുത്തയക്കുക. ഞാൻ അമാത്യനെ ഉപദേശിച്ചു. ഭീമന്റെ വസ്ത്രം ഇതല്ലെങ്കിൽ പിന്നെ ഏത് തളികയിലയക്കും? ഭൃത്യൻ തളികയെടുത്ത് അമാത്യൻ്റെ കൂടെ നടന്നു.
തളികയിലെ ആ കിരീടം കാരണം എൻ്റെ മനസ്സാകുന്ന ചിത്രപക്ഷി കൊക്കുരിസിക്കൊണ്ട് സംഭവങ്ങളുടെ വർണ്ണച്ചിറക് വിടർത്തി. ശിശുപാലൻ്റെ ഹൃദയഭേദകമായ അന്ത്യമുണ്ടായ ദിവസം ഞാൻ എൻ്റെ കിരീടം ദുര്യോധൻ്റെ തലയിൽ വെച്ചു കൊടുത്തിരുന്നു. പക്ഷേ വരുമ്പോൾ എൻ്റെ ശിരസിലും കിരീടമുണ്ടായിരുന്നു. ആര് വെച്ചു? എപ്പോൾ വെച്ചു? എന്തുകൊണ്ട് ശ്രീകൃഷ്ണൻ്റേതുപോലെ തന്നെയായിരുന്നു അത്? ഈ ചോദ്യങ്ങളുടെ എല്ലാം യുക്തമായ മറുപടി എനിക്ക് കിട്ടിയില്ല. അലങ്കാര ഗൃഹത്തിൽ സൂക്ഷിച്ചു വെച്ച ആ കിരീടം ഞാനെടുത്തു. അതിൽ പിടിച്ച പൊടിപടലം എൻ്റെ ഉത്തരീയം കൊണ്ട് തുടച്ചു. ചിത്രവേല ചെയ്ത ശേഷം ചീരോഭൂഷണത്തിൽ തടവിയപ്പോൾ ഒരു അപരിചിത സംഭവത്തിൻ്റെ അല എൻ്റെ ശിരസിലൂടെ പ്രവഹിച്ചു. എൻ്റെ ബുദ്ധി മരവിപ്പിക്കുന്ന ആ കിരീടത്തിൻ്റെ രഹസ്യം എന്താണ്? ജീവിതമാകെ രഹസ്യപൂർണ്ണമാണെന്ന് തോന്നി. തനിക്ക് ചുറ്റും സർവവും തന്നെ രഹസ്യമല്ലേ? പക്ഷേ അവയിൽ ചിലത് മാത്രം മനസ്സിനെ നൊമ്പരപ്പെടുത്തുന്നു. മനസ്സെപ്പോഴും ആ രഹസ്യം അറിയാനായി അതിൻ്റെ പിറകെ ഓടുകയും ചെയ്യുന്നു. പതുക്കെ ഞാൻ ആ കിരീടം അലങ്കാര ഗ്രഹത്തിലേക്ക് അസേരയിൽ വെച്ചു. ജിജ്ഞാസ കരിമ്പായൽ പോലെയാണ്. സംഭവമാകുന്ന ഒരു കല്ലെറിഞ്ഞാൽ അത് മനസ്സിൻ്റെ ജലാശയത്തിൽ അടിഞ്ഞുകൂടുന്നു. ഇതടിഞ്ഞുകൂടാതിരിക്കാൻ ഒറ്റ മാർഗമേ ഉള്ളൂ, ആ കല്ല് തന്നെ എടുത്തു മാറ്റുക. അങ്ങനെ തീരുമാനിച്ച ഞാൻ ആ കിരീടം കൺമുമ്പിൽ നിന്നും മാറ്റി. അലങ്കാര ഗ്രഹം അടച്ചു. ദുര്യോധനൻ യജ്ഞത്തിനുള്ള തയ്യാറെടുപ്പുകൾ തുടങ്ങി. ഹസ്തിനാപുരിയിലെ ഭൃത്യർ അയൽ രാജ്യങ്ങളിൽ നിന്നും യജ്ഞസാമഗ്രികൾ ശേഖരിച്ചു വന്നു. പക്ഷേ ദുര്യോധനൻ ദുശാസനെ മഗധദേശത്തേക്ക് അയച്ചത് എന്തിനായിരുന്നു എന്നെനിക്കറിയില്ല. കൊട്ടാരത്തിൽ നടന്ന ആ രഹസ്യകാര്യം എനിക്കും മനസ്സിലായില്ല. 15 ദിവസത്തിനുള്ളിൽ മഗധയിൽ നിന്നും ദുശാസനൻ തിരിച്ചെത്തി. അയാളെ കണ്ടപ്പോൾ എന്തിനാണ് പോയതെന്ന് ഞാൻ ചോദിച്ചു. അയാൾ ചുരുക്കി പറഞ്ഞു, യജ്ഞത്തിൻ്റെ തയ്യാറെടുപ്പിന്. വളരെ സാമർത്ഥ്യമായി സത്യം മറച്ചു വെച്ചു. ദുര്യോധനൻ്റെ യജ്ഞത്തിൽ ഞാൻ സന്തോഷിക്കേണ്ടവനാണെങ്കിലും എനിക്കതുണ്ടായില്ല. ഈ യജ്ഞത്തിൽ അയാൾ തൻ്റെ സമ്പത്ത് പ്രദർശിപ്പിക്കുകയായിരുന്നു. സമ്പത്ത് ജീവിതത്തിൽ അത്യന്താപേക്ഷിതം തന്നെ. പക്ഷേ എൻ്റെ അഭിപ്രായത്തിൽ അത് പ്രദർശിപ്പിക്കുവാൻ പാടില്ല. അമ്മാവൻ ആ പ്രദർശനത്തിൽ ചൂത് കളിക്കുമെന്ന ചിന്ത ഒട്ടും സഹിക്കാവുന്നതല്ല. അമ്മാവൻ്റെ ഓരോ ചിന്തയ്ക്കും ദുര്യോധനൻ അടിമപ്പെട്ട് കഴിഞ്ഞു. അതോർത്തപ്പോൾ എനിക്ക് വിഷമം തോന്നി. ഒരു മിത്രമെന്ന നിലയ്ക്ക് എന്നെന്നും കൂടെ ഉണ്ടാവുമെന്ന് ഞാൻ ഉറപ്പ് കൊടുത്തു. സമ്പത്ത് കാലത്ത് പ്രശംസിച്ച് ആപത്ത് കാലത്ത് മൗനം ദീക്ഷിക്കുന്നവൻ മിത്രമല്ല. ഞാൻ ദുര്യോധനൻ്റെ പ്രാണസുഹൃത്താണ്. അമ്മാവൻ്റെ ചിന്തയിലൂടെ കയ്പ് കാണിച്ചു കൊടുക്കേണ്ടടുത്ത് എൻ്റെ കടമയില്ലേ? കാരണം പാണ്ഡവർക്ക് ഗാണ്ഡവം എന്ന കൊടുങ്കാട് അവരുടെ ഭാഗമായി കൊടുക്കുവാനുള്ള തീരുമാനം അമ്മാവൻ്റേതായിരുന്നു. യജ്ഞമെന്ന സർപ്പത്തെയും ദുര്യോധനൻ്റെ മനസ്സിലേക്ക് ആട്ടിവിട്ടത് അമ്മാവൻ തന്നെയാണ്. വികാരഭ്രമം പൂണ്ട ദുര്യോധനനെ കർമ്മലോലുപലനാക്കാൻ ഒരു ദിവസം ഞാൻ കൊട്ടാരത്തിൽ ചെന്നു. അയാൾ ഒറ്റയ്ക്കോ ഉണ്ടാവൂ എന്നാണ് ഞാൻ കരുതിയത്. എന്നാൽ യുവറാണി ദുഷള്ള എൻ്റെ ധാരണ തിരുത്തിക്കളഞ്ഞു. എന്നെ കണ്ട ഉടനെ അവർ എഴുന്നേറ്റ് നിന്ന് ഒളിക്കണ്ണാൽ അവർ എൻ്റെ കർണങ്ങൾ കാണുകയായിരുന്നു. ആ നോട്ടം എനിക്ക് സഹിച്ചില്ല. സത്യത്തിൽ ഈ കുണ്ടലം കാരണം എൻ്റെ മനസ്സ് മുഷിഞ്ഞിരുന്നു. 40 വർഷമായി അതെൻ്റെ കാതിൽ തൂങ്ങുന്നു. എന്തിന്? അതുമാത്രം അറിയില്ല. മറ്റുള്ളവരുടെ ശ്രദ്ധ ആകാരണമായി എന്നിലേക്ക് തിരിയുവാൻ മാത്രം. എൻ്റെ മുഖം ദുഷള്ള കാണില്ല എന്ന ചിന്തയോടെ ഒരു വലിയ തൂണിൻ്റെ മറവിൽ ഒരിടപ്പരത്തിൽ ഞാനിരുന്നു. സമർത്ഥനായ ദുര്യോധനൻ എൻ്റെ വിഷമം പെട്ടെന്ന് മനസ്സിലാക്കി. ദുശാസനെ ഉടൻ ഇങ്ങോട്ട് അയക്കൂ എന്ന് പറഞ്ഞ് ദുഷളയെ അകറ്റി. അവൾ തലയും താഴ്ത്തി അകത്തു പോയപ്പോൾ ഞാൻ പ്രധാന ചർച്ച ആരംഭിച്ചു. രാജകുമാര, ശൗര്യത്തിൽ നിങ്ങൾ ദൃഢവിശ്വാസമുണ്ടല്ലോ. കർണ, ശൗര്യമാണ് ക്ഷത്രിയൻ്റെ ജീവിതം തന്നെ. ഞാൻ ക്ഷത്രിയനാണ്. പോട്ടെ, ഈ ചോദ്യത്തിൻ്റെ ഉദ്ദേശം എന്താണ്? എന്നിട്ട് ആഗ്രഹങ്ങൾ സഫലീകരിക്കാനായി നിങ്ങൾ ശൗര്യമാർഗം സ്വീകരിക്കാത്തത് എന്തുകൊണ്ടാണ്? എല്ലാ ചിന്തകളും ശൗര്യം കൊണ്ട് സഫലമാവില്ല. അതുതന്നെ ഭരണം ഒരു മഹത്തായ ശൗര്യം തന്നെയാണ്. എൻ്റെ ചോദ്യത്തിൻ്റെ അർത്ഥം മനസ്സിലാക്കി അയാൾ പറഞ്ഞു. ഭരണം എങ്ങനെ ശൗര്യമാകും? ബുദ്ധിയുടെ കയ്യിലെ കരുക്കൾ കശയ്ക്ക് ശബ്ദമുണ്ടാക്കിയപ്പോൾ എന്ന് പറഞ്ഞു. ഈ ശൗര്യം നമ്മളെ പോലുള്ളവർക്ക് ശോഭനീയമാണെന്ന് നിങ്ങൾ അംഗീകരിക്കുന്നുണ്ടോ? പിന്നല്ലാതെ. ശൗര്യമുള്ള ജരാസന്ധനെ ശ്രീകൃഷ്ണൻ കേവലം കയ്യൂക്കുകൊണ്ട് കൊന്നു. ഇതറിയില്ലേ? ഭരണം മൂക്കിന് നേരെ ചെല്ലുന്ന സൂചിബാണമല്ല. അത് സാഹചര്യത്തിനനുസരിച്ച് വളഞ്ഞ് പുളഞ്ഞ് സഞ്ചരിക്കുന്ന കുടിലബിംബമാണ്. പിന്നെ നിങ്ങൾ ഇരുടുന്ന ശൗര്യം പാണ്ഡവന്മാർ എപ്പോൾ എവിടെ ഉപേക്ഷിച്ചു? അവർ എന്തു ചെയ്തു? എന്തു ചെയ്തില്ല. കുട്ടിക്കാലത്ത് അവർ എന്നോടും ദുശാസനൻ മുതലായ എൻ്റെ സഹോദരന്മാരോടും ചെയ്ത പ്രവൃത്തികൾ എത്ര നീചങ്ങളായിരുന്നു. എൻ്റെ കാര്യം വിട്. നിങ്ങളോട് ചെയ്ത ഘോരമായ അപരാധം മറന്നു. കളരിയിൽ നിന്നിരുന്ന നിങ്ങളുടെ പുറത്ത് ഭീമൻ നിഷ്ഠൂരമായി മർദ്ദിച്ചതിൻ്റെ അടയാളം ഇപ്പോഴുമില്ലേ? ദ്രൗപദിയുടെ വിഷം നിറഞ്ഞ വാക്കുകൾ നിങ്ങൾ മറന്നു. ശരീരശക്തി ഉണ്ടായിരുന്നിട്ട് പോലും അവരുടെ ഹൃദയശൂന്യമായ പ്രവൃത്തികൾക്ക് പ്രതികാരം ചെയ്യുവാൻ നിങ്ങൾ എന്തുകൊണ്ട് കഴിഞ്ഞില്ല? പറയൂ. ശൗര്യമാണ് ജീവിതാധാരമെങ്കിൽ നിങ്ങൾ എന്തുകൊണ്ട് മൗനം പോന്നു? സ്വയംവര മണ്ഡപത്തിൽ നിങ്ങളുടെ മകനെ ക്രൂരമായി വധിച്ച അവരോട് ചുരുങ്ങിയത് പ്രതികാരമെങ്കിലും. പ്രതികാരം പ്രതികാരം
നിങ്ങളുടെ മനസ്സിൽ എങ്ങനെ ഇത്തരം ചിന്തകൾ വരുന്നു എന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. പ്രതികാരം ആരുടെയും മനസ്സിൽ ജന്മന ഉണ്ടാവുന്നതല്ല. അപമാനിതനായ മനസ്സിൻ്റെ പ്രതിപ്രവർത്തനമാണത്. ആരുടെയും അഭിമാനത്തിന് ക്ഷതമേൽപ്പിക്കരുത്. സ്വാഭിമാനത്തിന് ക്ഷതമേൽക്കുമ്പോൾ പ്രതികാരഘാതയാൽ വ്യാകുലചിത്തനാകുകയും പാടില്ല. കഴിഞ്ഞ 25 വർഷമായി എൻ്റെ മനസ്സ് ഇത്തരത്തിലുള്ള കാരണമാണ് ഞാൻ അന്വേഷിച്ചുകൊണ്ടിരുന്നിട്ടുണ്ടെന്ന് പറഞ്ഞാൽ വിശ്വസിക്കില്ല. ഭൃത്യരും സൈന്യവുമുള്ള ഈ വിസ്തൃതമായ കൊട്ടാരത്തിൽ ദുര്യോധനൻ ഉപേക്ഷിതനായി കഴിയിരുന്നു. ജീവിതം മുഴുവൻ സംപൂജനായി കരുതിയ പിതാമഹൻ പോലും പാണ്ഡവരുടെ യജ്ഞത്തിലെ മൃഗങ്ങളുടെ കണക്കെടുക്കുവാൻ കൽപ്പിച്ച എന്നെ മൃഗത്തെക്കാളും തുച്ഛനാക്കി കളഞ്ഞു. പറയൂ രാധേയ, ഈ സംഭവങ്ങളെല്ലാം ഞാൻ എങ്ങനെ മറക്കും? നിങ്ങൾ മറക്കാൻ ശ്രമിക്കണം. എല്ലാ സംഭവങ്ങളും മനസ്സിൽ വെച്ച് ജീവിക്കുവാൻ ശ്രമിച്ചാൽ നിങ്ങൾക്ക് ഭ്രാന്ത് പിടിക്കും. കാരണം ഉപദേശിക്കുവാൻ എളുപ്പമാണ്, പക്ഷേ പ്രവർത്തിക്കുക വിഷമമാണ്. നിങ്ങൾ പ്രാണനോളം പ്രിയപ്പെട്ട കവചകുണ്ടലങ്ങൾ തൊട്ട് സത്യം ചെയ്യുവാൻ കഴിയുമോ? എല്ലാ സ്ഥാനവും അസ്ഥാനവും നിങ്ങളുടെ സൂതപുത്രൻ എന്ന് വിളിച്ച് അപമാനിച്ചത് മറന്നുപോയെന്ന് പറയൂ. ദുര്യോധനൻ എൻ്റെ നാവടക്കിക്കളഞ്ഞു. അതോടെ എൻ്റെ മനസ്സാകുന്ന ഗുഹയിൽ ഉറങ്ങിക്കിടന്ന ഓർമ്മയാകുന്ന വനരാജൻ സടകുടഞ്ഞെഴുന്നേറ്റു. ദുര്യോധനൊഴിച്ച് ആരും തന്നെ എന്നോട് ഇത്ര സ്നേഹപൂർവമായ സഹാനുഭൂതി കാണിച്ചിട്ടില്ല. എല്ലാവരും ഓരോ അവസരം മുതലെടുക്കുകയാണെന്നാണ് എനിക്ക് തോന്നിയത്. ഞാൻ യോദ്ധാവാണ്, വില്ലാളിയാണ്, അംഗരാജാവാണ്, എനിക്ക് കവചകുണ്ടലങ്ങളുണ്ട് എന്നിങ്ങനെയുള്ള ആത്മാഭിമാനം നുണയായിരുന്നില്ലേ? എല്ലാവരാലും അവഗണിക്കപ്പെടുകയും ദുര്യോധനാൽ അംഗീകരിക്കപ്പെടുകയും ചെയ്ത ഞാൻ ഒരു സാരഥിയിൽ കവിഞ്ഞ് മറ്റെന്തെങ്കിലും ആയിരുന്നു. കുടിലിൽ വളർന്നതിനാൽ സമൃദ്ധമായ ഭാരണപാടവം എനിക്ക് അജ്ഞാനമായിരുന്നു. ദുര്യോധനൻ ചെയ്തതാണ് ശരി. അയാളെ ഉപദേശിക്കുവാനുള്ള അവകാശം എനിക്കില്ല. എന്നെപ്പോലുള്ള സൂതപുത്രന് അപമാനത്തിൻ്റെ കൈപ്പേറിയ അനുഭവം ദഹിക്കും, പക്ഷെ ദുര്യോധനെ പോലുള്ള രാജാവിന് ദഹിക്കില്ല. സാരഥിയുടെ മനസ്സ് കുതിരയെപ്പോലെയാണ് എന്ന് സത്യമാണ്. ആർക്കും അതിൻ്റെ പുറത്ത് ചമ്മട്ടി കൊണ്ടടിക്കാം. ഞാൻ പോകുന്നു എന്ന് പറഞ്ഞ് ഞാൻ എഴുന്നേറ്റു. എനിക്കൊന്നും മനസ്സിലാവുന്നില്ലായിരുന്നു. ദേഷ്യപ്പെട്ടോ ഇരിക്കൂ എന്ന് പറഞ്ഞ് എൻ്റെ കൈ പിടിച്ച് ബലമായിരുത്തി. നിമിഷ നേരം കയ്യിലെ കരുക്കൾ നോക്കിയിരുന്നതിനു ശേഷം അയാൾ ഗൗരവത്തോട് ചോദിച്ചു, എല്ലാവരും എന്നെ വിവേകശൂന്യനും ക്രൂരനുമായി കണക്കാക്കുന്നു. നിങ്ങളും അങ്ങനെ തോന്നുന്നുണ്ടോ? പറയൂ. ഒരിക്കലുമില്ല. നിങ്ങൾ കുരുകുലത്തിലെ ജ്യേഷ്ഠനാണ്, ശ്രേഷ്ഠനായ രാജകുമാരനാണ്. സ്വന്തം ഹിതാഹിതങ്ങൾ സ്വയം മനസ്സിലാക്കുമല്ലോ. ഒരു മിത്രമെന്ന നിലയ്ക്ക് നിങ്ങളോട് ഇത്രമാത്രം പറയുവാൻ ആഗ്രഹിക്കുന്നു. ശകുനി അമ്മാവൻ പറയുന്ന കാര്യങ്ങൾ അംഗീകരിക്കും മുമ്പ് അതിനെക്കുറിച്ച് നന്നായി ചിന്തിക്കണം. തൻ്റെ കൈകളിലെ കരുക്കൾ എൻ്റെ കയ്യിൽ തന്നുകൊണ്ട് അയാൾ പറഞ്ഞു, ഈ കരുക്കൾ നിങ്ങളെക്കാളും എന്നെക്കാളും എത്ര ശൗര്യമാർന്നതാണെന്ന് ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ നിങ്ങൾ മനസ്സിലാക്കും. അമ്മാവനെ പോലെയുള്ള ആളുകളെ ഞാൻ എന്തിന് രാജ്യസഭയിൽ വെച്ചു എന്നും നിങ്ങൾക്ക് മനസ്സിലാവും. എന്തായാലും ആ ചൂതുകളിയെക്കുറിച്ചുള്ള സങ്കല്പം എനിക്കൊട്ടും സ്വീകാര്യമായില്ല. ഞാൻ കയ്യിലെ കരുക്കൾ തറയിലെറിഞ്ഞു. വളരെ നേരം അത് ഉരുണ്ടു കളിച്ച ശേഷം അടങ്ങി. ഒരു നിമിഷം എന്നെയും പിന്നെ കരുക്കളെയും ഇഴിച്ചു നോക്കി ദുര്യോധനൻ ശ്രദ്ധയോടെ അവ പെറുക്കിയെടുത്തു. അയാളുടെ കലങ്ങിയ കണ്ണുകളുടെ നിറം മാറി. തൻ്റെ കണ്ണുകൾ എന്നിൽ തർപ്പിച്ചുകൊണ്ട് അയാൾ പറഞ്ഞു, നിങ്ങൾ ചൂത് കളിക്കില്ല, അതെനിക്കറിയാം. എന്നാലും എനിക്ക് വേണ്ടി ഒരിക്കൽ ഈ കരുക്കൾ എറിയും. മനസ്സിലൊരു സംഖ്യ വിചാരിച്ചിട്ട് കരുക്കൾ എറിയും. അയാൾ വീണ്ടും കരുക്കൾ എൻ്റെ കയ്യിൽ തന്നു. അയാളുടെ വിചിത്രമായ ലഹരിയിലും ശാഠ്യത്തിലും എനിക്ക് അനുകമ്പ തോന്നി. ഞാൻ ചൂതുകളി വെറുക്കുന്നുവെന്നറിഞ്ഞിട്ടും അയാൾ എന്നെക്കൊണ്ട് കളിപ്പിക്കുവാൻ ആഗ്രഹിക്കുന്നു. എൻ്റെ 2 കൈകളും പിടിച്ചിളക്കിക്കൊണ്ട് അയാൾ പറഞ്ഞു, എന്താ മിണ്ടാത്തത്? സംഖ്യ പറഞ്ഞ് കരു എറിയും. നിങ്ങളെത്ര ഭാഗ്യശാലിയാണെന്ന് ഈ കരു പറയും. ഭാഗ്യം ഭാഗ്യം. ഈ കരുവാണ് ഭാഗ്യം നിർമ്മിക്കുന്നതെങ്കിൽ ഞാൻ ഈ ഭാഗ്യത്തിനെതിരെ കൈ നീട്ടി നിൽക്കും. അതുകൊണ്ട് ഞാൻ 1 എന്ന സംഖ്യം പറയുന്നു. 1 എന്ന് പറഞ്ഞ് ഞാൻ കരു പറഞ്ഞു. അത് വളരെ നേരം ഇളകിക്കളിച്ചു വീണു. അടവ് ഫലിച്ചു. പക്ഷെ അത് 1ൻ്റെ അല്ല, 5ൻ്റേതായിരുന്നു. ആ അടവ് കണ്ട് ദുര്യോധനന് സന്തോഷം തോന്നേണ്ടതായിരുന്നു, പക്ഷെ ഉണ്ടായില്ല. സ്വയം മറന്ന അയാൾ കരുവിൽ നോക്കി നിന്നു. ആസ്തിയിൽ തീരാത്ത കരുവിൽ എന്തോ തിരയും പോലെ. അയാളുടെ ഇടുങ്ങിയ നെറ്റിയിൽ ചായലിൻ്റെ വല പോലെ ചുളിവുകളുടെ കനത്ത വല സൃഷ്ടിക്കപ്പെട്ടു. മൂക്കിനറ്റത്ത് ശ്വേതബിന്ദുക്കൾ പൊടിഞ്ഞിരുന്നു. ആസനം വിട്ട് കൈവിറകിൽ കെട്ടി കിളിവാതിലൂടെ പോയ ദൂരെ ചക്രവാളത്തിൽ നോക്കി നിന്നു. അയാളുടെ ചിലത് പറയുവാനായി ഞാൻ എഴുന്നേറ്റു. പക്ഷെ അയാൾ പിന്നോട്ട് തിരിഞ്ഞ് കണ്ണുകൾ തിരിച്ചുകൊണ്ട് അപ്രസക്തമായൊരു ചോദ്യം ചോദിച്ചു. കർണനും ജരാസനും തമ്മിൽ എപ്പോഴെങ്കിലും ദ്വന്ദ്വമുണ്ടായിട്ടുണ്ടോ? ഉവ്വ്, ഞാൻ പറഞ്ഞു. അല്പനിമിഷം മുമ്പ് കരുക്കൾ കൊണ്ട് ഭാഗ്യം നിർണയിച്ചയാൾ അടുത്ത നിമിഷം ദ്വന്ദ്വയുദ്ധത്തിൻ്റെ കാര്യം ചോദിക്കുന്നു. ഇതെനിക്ക് മനസ്സിലായില്ല. അയാളുടെ കൂടെ നിന്നിട്ട് എനിക്ക് മനസ്സിലായ ഒരു കാര്യം അയാൾ അപ്രസക്തമായ ചോദ്യം ചോദിക്കുമെന്നതാണ്. ആ ദ്വന്ദ്വയുദ്ധത്തിൽ നിങ്ങൾ ജരാസന്ധന് ജീവദാനം കൊടുത്തു അല്ലേ? നിങ്ങളുടെ ബാഹുക്കൾക്ക് നിന്നും മോചനം നൽകി. അതെ, കലിംഗ രാജ്യത്തെ ഭാനുമതി രാജകുമാരിയുടെ സ്വയംവരത്തിന് ഞങ്ങൾ പോയിരുന്നു. അന്ന് നിങ്ങൾ വധുവിനെ മോഷ്ടിച്ചു. പിന്നെ എന്തുണ്ടായെന്ന് നിങ്ങൾ അറിഞ്ഞതേയില്ല. ക്രുദ്ധനായ ജരാസന്ധൻ ദ്വന്ദ്വയുദ്ധത്തിനായി എൻ്റെ മേൽ ചാടി വീണു.
അപ്പോൾ ബാഹുകൾക്കിടയിൽ തൻ്റെ പ്രാണൻ അപകടത്തിലായപ്പോൾ അയാൾ എന്നോട് ജീവന് വേണ്ടി യാചിച്ചു. അതുകൊണ്ട് ഞാൻ അയാളെ ജീവനോടെ വിട്ടു. കർണ, ഇന്ന് ഞാൻ നിങ്ങളോട് ചിലത് ആവശ്യപ്പെട്ടാൽ എനിക്കത് ചെയ്തു തരുവാൻ സങ്കോചം കാണിക്കുമോ? അയാൾ കണ്ണുകൾ ചുളിച്ചുകൊണ്ട് ചോദിച്ചു. ചൂതുകളെ ഒഴിച്ച് എന്ത് തന്നെ ചോദിച്ചാലും എൻ്റെ ജീവിതം തന്നെ നിങ്ങൾക്ക് തരും. നിങ്ങൾ ചൂത് കളിക്കരുത് എന്നാണ് ഞാൻ ആവശ്യപ്പെടുന്നത്. മാത്രമല്ല, യജ്ഞ ദിവസം രാജസഭയിൽ ചൂതുകളി നടക്കുമ്പോൾ നിങ്ങൾ അവിടെ ഉണ്ടാവാനേ പാടില്ല. അഥവാ ഉണ്ടായാൽ തന്നെ ചൂത് കഴിയും വരെ ഒന്നും പറയാതിരിക്കുക. ഇത്രയേ ഉള്ളൂ. നിങ്ങൾക്കത് സന്തോഷം നൽകുമെങ്കിൽ നിങ്ങൾ ചൂതുകളി കഴിയും വരെ ഞാനൊന്നും മിണ്ടില്ല. ഞാൻ പോകുവാൻ എഴുന്നേൽപ്പിട്ടേക്കും ദുശാസനകത്തെത്തി. ഞങ്ങളുടെ മുമ്പിൽ കിടന്നിരുന്ന കരുക്കൾ സ്വർണ്ണ നാണയങ്ങളെപ്പോലെ അയാൾ എടുത്തു. അവ ദുര്യോധൻ്റെ കയ്യിൽ കൊടുത്തുകൊണ്ട് അയാൾ പറഞ്ഞു, ഈ അമൂല്യങ്ങളായ കരുക്കൾ ഇവിടെ ഇട്ടതാരാ? നിങ്ങളെന്നെ മഗധയിൽ കറക്കുവാൻ ഉദ്ദേശിക്കുന്നുണ്ടോ? ഓ, ദുശാസനൻ ഈ കരുകൾ കൊണ്ടുവരാനാണോ മഗധയിൽ പോയത്? ഇത്ര ദൂരെ പോയി ഇവിടെ കൊണ്ടുവരാൻ മാത്രം ഈ കരുകൾക്ക് എന്താണ് മേന്മ? ഒരുപക്ഷെ ഈ കാര്യം അവർക്ക് രണ്ടുപേർക്കും അറിയാമായിരിക്കും. അതറിയാൻ എനിക്ക് വിശേഷിച്ച അത്യാഗ്രഹമൊന്നും തോന്നിയില്ല. തുടരും.